കേരളത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എപ്പോൾ വരും എന്ന് പറയുന്ന അനിശ്ചിതത്വം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയും, ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും റെഡിയാണ് എന്നുള്ളതെല്ലാമാണ് വി ഡി സതീശൻ നിരന്തരമായി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത്. കയ്യിൽ തന്നെ ലിസ്റ്റ് ഇരിക്കുകയാണ് എന്നുള്ളത് വരെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ അവസാനഘട്ട ചർച്ചകൾ ഇന്ന് 13-ാം തീയതി രാത്രിയാവുന്നതായിരിക്കും ഏതാണ്ട് ഒരു പകുതിയോളം പേരുടെയെങ്കിലും സ്ഥാനാർത്ഥികളെ പറയാൻ കഴിയും, അല്ലെങ്കിൽ അത്തരത്തിലൊരു പട്ടിക പുറത്തുവിടാൻ കഴിയും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിന് വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കോൺഗ്രസ്കാരനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തോതിൽ അനുയായികളുമുള്ള കെ സുധാകരൻ വലിയ പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് കണ്ണൂരിൽ മത്സരിച്ചേ തീരൂ എന്നുള്ളതാണ്. അപ്പം 70-80 വയസ്സിനോട് എടുക്കുന്ന 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കെ സുധാകരൻ അദ്ദേഹത്തിന് ഇത്തരത്തിൽ മത്സരിക്കാനുള്ള ഒരു അവസരം നൽകാമെന്ന് രാഹുൽ ഗാന്ധി തന്നെ ഓഫർ ചെയ്തിരുന്നു എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറ്റിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിന് മുമ്പ് വരെ അദ്ദേഹം എന്നെ മാറ്റില്ല എന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദം ചെലുത്തിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ KPCC പ്രസിഡന്റിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും പിന്നീട് സണ്ണി ജോസഫിനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തോട് ഞങ്ങൾ നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരം തരാം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷുഭിതനായി വലിയ തോതിലുള്ള ഒരു കലാപത്തിന്, ഒരു റിവോൾട്ടിന് കോൺഗ്രസിനകത്ത് ഒരുങ്ങുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹം ഇന്നലെ തന്നെ ഡൽഹിയിൽ നിന്നും ചർച്ചകൾ മതിയാക്കി തിരികെ പോന്നു. കാരണം ഇപ്പോഴുള്ള KPCC പ്രസിഡന്റ് അദ്ദേഹം യഥാർത്ഥത്തിൽ കെ സുധാകരൻ്റെ കൂടെ തന്നെ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ തന്നെ പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം കെ സുധാകരനെ സന്ദർശിക്കുകയും കെ സുധാകരന് സീറ്റില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ ക്ഷുഭിതനായിട്ടാണ് അദ്ദേഹം തിരികെ പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം. അന്ന് അദ്ദേഹം നദാലിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആ വീട്ടിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹം സ്വന്തം അനുയായികളോടെല്ലാം തന്നെ വരാൻ പറഞ്ഞു. അതിൽ പ്രമുഖരായിട്ടുള്ള റിജിൽ മാക്കുറ്റി അടക്കമുള്ള ആളുകൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയും അവർ പബ്ലിക്കലി തന്നെ കെ സുധാകരന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കണം എന്ന് പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളത് ചുരുക്കം. മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ അദ്ദേഹം വീണ്ടും തിരികെ ഇപ്പം ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കെ സുധാകരൻ്റെ കാര്യത്തിൽ ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക്, വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. കെ സുധാകരൻ മത്സരിക്കാൻ സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, MP മാരെ അങ്ങനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ പ്രമുഖരായിട്ടുള്ള മറ്റ് നേതാക്കന്മാർ, അത് പല കേരളത്തിലെ പ്രതിപക്ഷ നേതാവടക്കമുള്ള ആളുകൾ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു നിബന്ധന കൂടി ഹൈക്കമാൻഡിൻ്റെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു കണക്കിനും ഇത് തീർക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്കാണ് സ്ഥാനാർത്ഥി നിർണ്ണയം എത്തിപ്പെട്ടിട്ടുള്ളത്. ഇനി കെ സുധാകരന് മത്സരിക്കാൻ ഒരു സ്പെഷ്യൽ പെർമിഷൻ കൊടുക്കാം എന്ന് വിചാരിച്ചാൽ പോലും ഉള്ള അടുത്ത പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, മറ്റ് നിരവധി MP മാർ കൂടി മത്സരിക്കാൻ സന്നദ്ധരായിട്ട് നിൽക്കുകയാണ്. അതിൽ അടൂർ പ്രകാശ് ഉണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, ഷാഫി പറമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള ഒരു 5ഓളം വരുന്ന MP മാർ തന്നെ, MK രാഘവനുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഞങ്ങൾ കൂടി മത്സരിച്ചാൽ എന്താണ് കുഴപ്പം, അതുകൊണ്ട് ഞങ്ങൾക്ക് മത്സരിക്കാൻ കഴിയും, ഇവരൊക്കെ മത്സരിക്കാൻ ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള സീറ്റുകളുണ്ട്, ആ സീറ്റുകളിൽ മത്സരിച്ചാൽ ഇവർക്ക് വിജയവും ഉറപ്പാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ ജയസാധ്യത കൂടുതലാണ് എന്നുള്ളൊരു കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ മത്സരിച്ചാൽ കെ സുധാകരൻ അവിടെ നിന്ന് ജയിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഈ കെ സുധാകരൻ മത്സരിക്കുന്നത് ജയിക്കുക, MLA ആയിരിക്കുക എന്നുള്ളതിന് വേണ്ടി മാത്രമല്ല. ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവരെല്ലാം ജയിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും ഷാഫി പറമ്പിലും MK രാഘവനും ഒക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെയൊക്കെ തന്നെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ ഇതിനെങ്ങനെ എടുക്കും? കാരണം ഏതാണ്ട് 2024 MP മാരായി മത്സരിച്ച് ജയിച്ച ആളുകൾ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അതിനെങ്ങനെ എടുക്കും എന്ന് പറയുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ കെ സുധാകരന് മാത്രമായ ഇളവ് കൊടുക്കാൻ പറ്റില്ല. ഇതിനേക്കാളൊക്കെ വലിയൊരാൾ കൂടിയുണ്ട്, അത് KC വേണുഗോപാലാണ്. അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 6ഓളം വരുന്ന MP മാരെ ഞങ്ങൾ എങ്ങനെ മത്സരിപ്പിക്കുമെന്ന് പറയുന്ന വലിയ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് എത്തിപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഏറ്റവും അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയവും കൂടിയുണ്ട്. ആ വിഷയം എന്ന് പറയുന്നത്, കെ സുധാകരൻ ഇത്തരത്തിൽ മത്സരിച്ച് ജയിച്ചാൽ അദ്ദേഹത്തെ പിന്നെ എന്താക്കും? അതായത് UDF തന്നെ അധികാരത്തിലേക്ക് എത്തിയാൽ അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിപ്പോയാൽ അദ്ദേഹം എവിടെ പ്രതിഷ്ഠിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പണ്ട് വനം വകുപ്പ് മന്ത്രിയൊക്കെ ഇത്തവണ വനം വകുപ്പ് ഒന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം പ്രതീക്ഷിക്കുന്നതും അദ്ദേഹം നേടണമെന്ന് വിചാരിക്കാൻ കഴിയുന്നതും തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാവും. കാരണം അതിനേക്കാളൊക്കെ അദ്ദേഹത്തെക്കാൾ ജൂനിയർ ആയിട്ടുള്ള വി ഡി സതീശൻ്റെ കീഴിൽ അദ്ദേഹം ഒരിക്കലും ഒരു മന്ത്രിയായി ഇരിക്കാൻ ഇഷ്ടപ്പെടും എന്ന് നമുക്കറിയില്ല. ഇനി അഥവാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ
ആഭ്യന്തരമോ അല്ലെങ്കിൽ ധനമന്ത്രിയോ പോലെയുള്ള വലിയ പോസ്റ്റുകളായിരിക്കും അദ്ദേഹം ചോദിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം ഈ എം പിമാരെല്ലാവരും തന്നെ ജയിച്ചു വന്നാൽ, ഞാൻ പറയുന്നത് ഇപ്പോൾ കെ സുധാകരൻ്റെ കാര്യമാണെങ്കിൽ ഇനി കെ സി വേണുഗോപാൽ ജയിച്ചു വന്നാലും അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കാൻ പോകുന്നില്ല. അതുപോലെ മറ്റു എം പിമാരൊക്കെ തന്നെ, ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിലും അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിലും എം കെ രാഘവനാണെങ്കിലും ഇത്തരത്തിൽ മറ്റ് എം പിമാരൊക്കെ ആണെങ്കിലും അടൂർ പ്രകാശൊക്കെ ആണെങ്കിലും ഇവരുമൊക്കെ തന്നെ വീണ്ടും കേരളത്തിൽ മന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിലുള്ള ഒരു കീറാമുട്ടിയായി ഇതെങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ ഉഴലുകയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അങ്ങേയറ്റം വലിയ വിഷമപ്രദത്തിലാണ്. ഇനി ഞാൻ നിങ്ങളോട് ഇത് നേരത്തെ തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ചൊരു അഡ്വാൻറ്റേജ് ഒരുപക്ഷെ UDF ഉണ്ട് എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും മാറി മറിയാൻ അധികം സമയം വേണ്ട. ഇതിനകത്ത് ഏത് തരത്തിലുള്ള റിവോൾട്ടും ഉണ്ടാകാം. അതിന് നമുക്ക് അവരെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു 10 കൊല്ലമായി അധികാരത്തിലില്ലാത്ത ആളുകളാണ്. അവർ എം പിമാരായി നിൽക്കുകയാണ്. ഡൽഹിയിൽ വലിയ പ്രാധാന്യമൊന്നും കിട്ടുന്നില്ല. അവിടെ ഒരു മന്ത്രിസഭയും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തിരിച്ച് കേരളത്തിലേക്ക് വന്ന് കേരളത്തിലേക്ക് ഒരു മന്ത്രിയായാൽ കിട്ടാവുന്ന പവർ എത്രയാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർ എം പിമാരായിട്ടിരിക്കുകയും കേരളത്തിൽ മന്ത്രിമാരായി മറ്റു ചില അവരെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ വിലസുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിൽ അവർക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് എന്താണ്, മാനസിക വിഷമം എന്താണെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ എം പിമാർ ഇത് അവരെ സംബന്ധിച്ചും ഏറ്റവും ലാസ്റ്റത്തെ ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരും ഇതിന് തയ്യാറെടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഉദാഹരണം നമുക്ക് ലീഗിൽ കാണാം. ഇപ്പോൾ ലീഗിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മത്സരിച്ച് എം പി ആയി ലോക്സഭയിലേക്ക് പോവുകയും പിന്നീട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാതെ മനസ്സിലാക്കി, അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കി തിരിച്ച് അദ്ദേഹം വീണ്ടും നിയമസഭയിലേക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പോൾ കെ സുധാകരനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ഈ പറയുന്ന പോലെ അടുത്ത ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിടക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ചാൻസാണ്. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇനി UDF ഭരിച്ച് 2031 കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും വീണ്ടും ഒരു ചാൻസ് കിട്ടും എന്നുള്ളതൊന്നും പ്രതീക്ഷിക്കാൻ വയ്യ. അന്നേരം സാഹചര്യങ്ങൾ ഇത്രമേൽ അനുകൂലമായിരിക്കും പ്രതീക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്ര അനുകൂലമായൊരു സാഹചര്യമുണ്ട്, ഞങ്ങൾ ഉറപ്പായിട്ട് ഭരണത്തിലേറും, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ വിജയം നേടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസവും വലിയ കോൺഫിഡൻസും ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതിൽ വിട്ടുവീഴ്ചകൾക്ക് തന്നെ അവർ ഒരുങ്ങാൻ സാധ്യതകൾ കുറവാണ്. പ്രത്യേകിച്ചും കെ സുധാകരനെ പോലുള്ള അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് ഒരുങ്ങാനുള്ള സാധ്യതകൾ കുറവാണ്. അദ്ദേഹം ഒരു റിവോൾട്ടിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കണ്ണൂരുള്ള മറ്റു മണ്ഡലങ്ങളിലെയും അത് ബാധിക്കുമെന്ന് മാത്രമല്ല കേരളമൊട്ടാകെയുള്ള മണ്ഡലങ്ങളിൽ പോലും അത് വലിയ തോതിൽ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്ന ഒരു കടമ്പയും അവിടുത്തെ പ്രശ്നങ്ങൾ കോൺഗ്രസും എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളത് പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. UDF അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു 20 സീറ്റുകൾ അല്ലെങ്കിൽ 22ഓളം സീറ്റുകൾ ചിലപ്പോൾ മുസ്ലിം ലീഗ് ജയിച്ചാലും മറ്റ് ഘടകകക്ഷികൾക്കൊന്നും വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയില്ല. പിന്നെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണ്. അവരൊരു 83, 85, 90ഓളം സീറ്റുകളിൽ മത്സരിക്കും. അതിൽ അവരൊരു 50 സീറ്റുകളും ജയിക്കുക എന്ന് പറയുന്ന ശ്രമകരമായ കാര്യമുണ്ട്. ആ കാര്യത്തിന്മേലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി കോൺഗ്രസ് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇതിനെങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കാരണം വീണ്ടും കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. എന്ത് ഓഫറാണ് അദ്ദേഹത്തിന് കൊടുക്കുക, അദ്ദേഹത്തെ എങ്ങനെയാണ് അനുനയിപ്പിക്കാൻ കഴിയാമെന്നറിയില്ല. അദ്ദേഹം പറയുന്ന ആളെ കണ്ണൂരിൽ മത്സരിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് പോലും കെ സുധാകരൻ വിട്ടുവീഴ്ച ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. മിക്കവാറും അടുത്തൊരു 48 മണിക്കൂറുകൾ കഴിയുമ്പോൾ കെ സുധാകരൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല.